ഹലോ മക്കളെ, വെൽക്കം ടു സ്കൂളി ബൈ പച്ചവെള്ളം. എൻ്റെ പേര് ജീന. നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് ന്യൂട്രിയൻസ് ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മുടെ തേർഡ് ചാപ്റ്റർ മൈൻഡ്ഫുൾ ഈറ്റിങ്ങിലെ ഒരു ചെറിയ ടോപ്പിക്കാണ് ന്യൂട്രിയൻസ് ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസസ്. എന്ന ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിൽ വരുന്നുണ്ട്. സോ എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അപ്പം എന്താണ് ഡെഫിഷ്യൻസി ഡിസീസസ്? നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ, നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിക്ക് ന്യൂട്രിയൻസ് ആവശ്യമായിട്ടുണ്ട്. വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മുടെ ബോഡിക്ക് വളരെ അത്യാവശ്യമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ന്യൂട്രിയൻ, ഏതെങ്കിലും ഒരു വൈറ്റമിനോ ഏതെങ്കിലും ഒരു മിനറൽസോ നമ്മുടെ ബോഡിയിൽ ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ, അതായത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? ഡെഫിഷ്യൻസി ഉണ്ടാവും. ആ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന ഡിസീസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുക. അപ്പം നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസിലും മിനറൽസിലും ഏതെങ്കിലും ഒരു ന്യൂട്രിയൻ്റ് കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഡിസീസാണ് ഡെഫിഷ്യൻസി ഡിസീസ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് വൈറ്റമിൻസ് നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന സോഴ്സസ് ഏതൊക്കെയാണ്, മിനറൽസ് നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന സോഴ്സസ് ഏതൊക്കെയാണ്, അത് കാരണം ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി ഡിസീസസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ, വൈറ്റമിൻ എ. വൈറ്റമിൻ എ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ കീപ് ഐസ് ആൻഡ് സ്കിൻ ഹെൽത്തി, കണ്ണിൻ്റെ ഹെൽത്തിനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഹെൽത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിനാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ സോഴ്സസ് ആണ് പപ്പായ, ക്യാരറ്റ്, മാംഗോ, മിൽക്ക്. ഇതൊക്കെ നമ്മുടെ വൈറ്റമിൻ എയുടെ സോഴ്സസ് ആണ്. നമുക്ക് വൈറ്റമിൻ എ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ ഫുഡ് ഐറ്റംസിൽ നിന്നൊക്കെയാണ്. അപ്പോൾ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം വൈറ്റമിൻ എ നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഡിസീസാണ് ലോസ് ഓഫ് വിഷൻ, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് പുവർ വിഷൻ, ഡാർക്ക്നെസ്. നമുക്ക് ഡാർക്ക്നെസ് വരുമ്പോൾ ഒട്ടും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥേനെയാണ് നമ്മൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഒരുപാട് ഡാർക്ക്നെസ് ഒന്നും നമുക്ക് ആർക്കും കാണാൻ പറ്റില്ല അല്ലേ? പക്ഷെ ഒരുപാട് ഡാർക്ക്നെസ് അല്ല, ചെറിയൊരു ഡാർക്ക്നെസ് വരുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ഒന്നും കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന ഒരു ഡിസീസാണ്. ആൻഡ് സംടൈംസ് കംപ്ലീറ്റ് ലോസ് ഓഫ് വിഷൻ വരെ നമ്മുടെ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവും. സോ എല്ലാവരും പപ്പായയും ക്യാരറ്റും മാംഗോ ഒക്കെ നമുക്ക് ആവശ്യത്തിന് കഴിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ഐസിനെയും സ്കിന്നിനെയൊക്കെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ രണ്ടാമത്തെ വൈറ്റമിനാണ് വൈറ്റമിൻ B1. ഓക്കെ, വൈറ്റമിൻ B1 കീപ്സ് ഹാർട്ട് ഹെൽത്തി ആൻഡ് സപ്പോർട്ട്സ് ബോഡി ഫങ്ഷൻ. നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും ബോഡി ഫങ്ഷൻ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു വൈറ്റമിനാണ് വൈറ്റമിൻ B1 എന്ന് പറയുന്നത്. ആൻഡ് വൈറ്റമിൻ B1ൻ്റെ സോഴ്സസ് എന്ന് പറഞ്ഞാൽ ലെഗ്യൂംസ് എന്ന് പറയുന്നത് നമ്മുടെ പയർവർഗ്ഗങ്ങൾ, ആൻഡ് നട്ട്സ്, ഹോൾ ഗ്രെയിൻസ്, സീഡ്സ്, മിൽക്ക് പ്രോഡക്ട്സിൽ നിന്നും, അതുപോലെ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, പംകിൻ സീഡ്സ്, അതുപോലെയുള്ള സീഡ്സിൽ നിന്നും, ഹോൾ ഗ്രെയിൻസ്, നട്ട്സ്, ലെഗ്യൂംസിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും? വൈറ്റമിൻ B1 കിട്ടും. വൈറ്റമിൻ B1ൻ്റെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഉണ്ടാവുന്നൊരു ഡിസീസാണ് ബെറിബറി ഡിസീസ്. ഓക്കെ, ബെറിബറി ഡിസീസ് നല്ല പേരല്ലേ, പക്ഷെ അത്ര നല്ല ഡിസീസൊന്നും അല്ല, ഇതൊരു രോഗമാണ് ബെറിബറി ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാരണം ഈ ബെറിബറി ഡിസീസസിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഹാൻഡ്സിലും ഫീറ്റിലും ഒക്കെ സ്വെല്ലിംഗ് ഉണ്ടാവും, അതുപോലെ ടിംഗ്ലിംഗ് ഫീൽ ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ബെറിബറി ഡിസീസസിൻ്റെ സിംറ്റംസ് ആണ്. അതുപോലെ തന്നെ ട്രബിൾ ഇൻ ബ്രീത്തിങ് ട്രബിൾ ഉണ്ടാവാനും ഒക്കെ ചാൻസസ് ഉണ്ട് വൈറ്റമിൻ B1ൻ്റെ ഡെഫിഷ്യൻസി കാരണം. ദെൻ വൈറ്റമിൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഈ വൈറസും ബാക്ടീരിയാസും ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവും അല്ലേ? അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ഡിസീസസിന് എതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ സി. അപ്പം നമ്മുടെ ബോഡിയിലുള്ള ഡിസീസസിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആരുടെ ഹെൽപ്പ് വേണം? വൈറ്റമിൻ സിയുടെ ഹെൽപ്പ് വേണം. അപ്പോൾ വൈറ്റമിൻ സി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? അംല, നെല്ലിക്ക, ഗുവ, അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി, ഓറഞ്ച്, ലെമൺ, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് വൈറ്റമിൻ സി മെയിനായിട്ട് ലഭിക്കുന്നത്. ആൻഡ് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് സ്കർവി എന്ന് പറയുന്നത്. സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ടീത്തിൻ്റെ ഗംസിൽ നിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടാവുക, അതുപോലെ തന്നെ സ്വെല്ലിങ് ഉണ്ടാവുക, ഇതൊക്കെ നമ്മുടെ സ്കർവി എന്ന് പറയുന്ന ഡിസീസിന് സിംറ്റംസ് ആണ്. അതുപോലെ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രോബ്ലം ആണ് നമ്മുടെ ദേഹത്തൊരു കുഞ്ഞു മുറിവുണ്ടായാൽ തന്നെ, കുഞ്ഞു വൂൺസ് ഒക്കെ ഉണ്ടായാൽ തന്നെ അത് ഹീൽ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. ഒരു സ്ലോ ഹീലിംഗ് ആയിരിക്കും നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക. അത് നമ്മുടെ ഏതിൻ്റെ ഡെഫിഷ്യൻസിയാണ്? വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം ആണ്. ദെൻ
മക്കളെ, നിങ്ങൾ ഇതുവരെ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്തോളൂ. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള CBSE ട്യൂഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മലയാളം പ്ലസ് ഇംഗ്ലീഷ് എക്സ്പ്ലനേഷൻ, കോൺസെപ്റ്റ് ബേസ്ഡ് വീഡിയോ ലേണിംഗ് ആൻഡ് ഫ്രണ്ട്ലി ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് പറ്റും. സോ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ പ്ലേ സ്റ്റോറിൽ നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ ഒട്ടും വൈകാതെ തന്നെ എന്ത് ചെയ്യുക, സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് ബാക്കി വൈറ്റമിൻസ് നോക്കാം. വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോൺസിൻ്റെയും ഹെൽത്തിൻ്റെയും സപ്പോർട്ട് ചെയ്യാൻ, ബോൺസിൻ്റെയും ടീത്തിൻ്റെയും ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഒരു മിനറലാണ് കാൽസ്യം എന്ന് പറയുന്നത്. ഈ കാൽസ്യത്തിന് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ ആര് വേണം? വൈറ്റമിൻ ഡി വേണം. അപ്പോൾ വൈറ്റമിൻ ഡിക്ക് ഡയറക്റ്റായിട്ടൊരു ഫങ്ഷൻ ഇല്ല, പക്ഷേ നമ്മുടെ ബോഡിയിലേക്ക് കാൽസ്യത്തിന് അബ്സോർബ് ചെയ്യണമെങ്കിൽ ആര് വേണം? വൈറ്റമിൻ ഡി വേണം. അപ്പോൾ നമ്മുടെ ബോണും ടീത്തും ഒക്കെ വീക്കാവുന്ന സമയത്ത് കാൽസ്യം കിട്ടിയാൽ നമ്മുടെ ബോണും ടീത്തും ഹെൽത്തി ആവുമെന്ന് വിചാരിച്ച് ആവില്ല. കാൽസ്യം നമ്മുടെ ബോഡിയിൽ കിട്ടിയാൽ മാത്രം പോരാ, അത് അബ്സോർബ് ചെയ്യണമെങ്കിൽ ആര് വേണം? വൈറ്റമിൻ ഡി വേണം. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സൺലൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള, ചീപ്പായിട്ട് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ് സൺലൈറ്റ്. ആൻഡ് സൺലൈറ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ ഒരു മെയിൻ സോഴ്സ് ആണ്. അതല്ലാണ്ട് മിൽക്ക്, ബട്ടർ, ഫിഷ്, എഗ്സിൽ നിന്നൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കും. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് റിക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ബോൺസ് വളരെ സോഫ്റ്റ് ആവുക, ബെൻഡ് ആവുക, അങ്ങനത്തെ പ്രശ്നങ്ങളാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ് റിക്കറ്റ്സ്. വൈറ്റമിൻ ഡി എന്തിനാണ്? നമ്മുടെ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ദെൻ നമുക്ക് കാൽസ്യം, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, കാൽസ്യം എന്തിനാണ്? നമ്മുടെ ബോണിൻ്റെയും ടീത്തിൻ്റെയും ഹെൽത്തിന് വേണ്ടിയിട്ട്, അതായത് ബോണിനെയും ടീത്തിനെയും സ്ട്രോങ് ആയിട്ട് വയ്ക്കാൻ വേണ്ടി, സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആര് വേണം? നമുക്ക് കാൽസ്യം വേണം. അപ്പം ബോണിൻ്റെയും ടീത്തിൻ്റെയും സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കാൽസ്യം നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത് മിൽക്ക്, കേർഡ്, ചീസ്, പനീർ, സോയ മിൽക്ക്, അതായത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സിൽ നിന്നാണ് നമുക്ക് മെയിനായിട്ട് എന്ത് കിട്ടുന്നത്? കാൽസ്യം കിട്ടുന്നത്. അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവാൻ സാധ്യതയുള്ള ഡിസീസ് എന്താണ്? ബോൺ ആൻഡ് ടൂത്ത് ഡീക്കെ ആണ് കാൽസ്യം ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ആൻഡ് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ബോൺസ്, അതുപോലെ തന്നെ ടൂത്ത് പ്രോബ്ലംസ്, ടൂത്ത് ഡീക്കെ പോലുള്ള പ്രോബ്ലംസ് ഒക്കെ കാൽസ്യം ഡെഫിഷ്യൻസി കാരണവും ഉണ്ടാവാനായിട്ടുണ്ട്. ദെൻ അയഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആക്ടിവിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മിനറലാണ് അയഡിൻ എന്ന് പറയുന്നത്. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആക്ടിവിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അയഡിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് അയഡൈസ്ഡ് സാൾട്ട്. നിങ്ങൾ വീട്ടിൽ സോൾട്ട് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ പാക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അതിൽ അയഡൈസ്ഡ് സോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അയഡൈസ്ഡ് സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയഡിൻ കണ്ടൻ്റുള്ള സോൾട്ടാണ്. അപ്പോൾ അത് നമുക്ക് അയഡിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സീവീഡ്, വാട്ടർ ചെസ്റ്റ്നട്ട് ഒക്കെ അയഡിൻ പ്രൊവൈഡ് ചെയ്യുന്ന ചില ഫുഡ് ഐറ്റംസ് ആണ്. ആൻഡ് അയഡിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് ഗോയിറ്റർ. ഗോയിറ്റർ എന്ന് പറയുന്നത് അയഡിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു ഡിസീസാണ്. ഈ ഡിസീസിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ നെക്കിൻ്റെ ഫ്രണ്ടിൽ സ്വെല്ലിംഗ് ഉണ്ടാകും. നമ്മുടെ നെക്കിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്വെല്ലിംഗ് പോലെ ഫീൽ ചെയ്യും. അതാണ് നമ്മുടെ ഗോയിറ്ററിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ദെൻ അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഹീമോഗ്ലോബിൻ മേക്ക് ചെയ്യാനായിട്ട്, നമ്മുടെ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ മേക്കിങ്ങിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒന്നാണ് അയൺ എന്ന് പറയുന്നത്. അയൺ നമ്മുടെ ബോഡിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്, ഒരു മിനറലാണ്. ദെൻ ഇതിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. നമുക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സാധനമായിരിക്കും ലീഫി വെജിറ്റബിൾസ് ഒക്കെ. പക്ഷെ നമ്മുടെ ബോഡിയിൽ അയൺ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ബീട്രൂട്ടും പോമഗ്രനേറ്റ്, നമുക്ക് കൗണ്ട് കുറഞ്ഞ് പനിയൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും കഴിക്കാൻ പറയുന്നതാണല്ലേ പോമഗ്രനേറ്റ്. അപ്പോൾ പോമഗ്രനേറ്റ് എന്തുകൊണ്ടാണ് കഴിക്കാൻ പറയുന്നത്? അത് നമുക്ക് അയൺ പ്രൊവൈഡ് ചെയ്യുന്നു. അയൺ എന്തിനാണ്? നമ്മുടെ ബ്ലഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അയൺ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറഞ്ഞാൽ അനീമിയ എന്ന് പറയുന്നത് അയൺ ഡെഫിഷ്യൻസി ഡിസീസാണ്. ആൻഡ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്നെസ്, ഭയങ്കര ക്ഷീണം, ഫാറ്റീഗ് ഒക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, നമ്മുടെ ബ്രീത്തിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, ബ്രീത്തിങ് ട്രബിളൊക്കെ ഉണ്ടാവുന്നത് അയൺ ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് ആണ്. അപ്പോൾ നമ്മൾ
ഡെഫിഷ്യൻസി ഡിസീസസും ന്യൂട്രിയൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ പറഞ്ഞു. അപ്പം എങ്ങനെ നമുക്ക് ഈ ഡെഫിഷ്യൻസി ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യാം? ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്. എന്താണ് മക്കളെ ബാലൻസ്ഡ് ഡയറ്റ്? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഫുഡ് കഴിക്കാണ്ടിരിക്കുക, പട്ടിണി കിടക്കുക, അതൊന്നും അല്ല ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് എത്ര ന്യൂട്രിയൻസ് വേണം അത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക. നമുക്ക് എത്ര പ്രോട്ടീൻ വേണം, എത്ര വൈറ്റമിൻസ് വേണം, എത്ര മിനറൽസ് വേണം, എത്ര കാർബോഹൈഡ്രേറ്റ് വേണം, ഏതൊക്കെ എത്ര അളവിലാണോ നമ്മുടെ ബോഡിക്ക് ആവശ്യം അതേ അളവിൽ നമ്മൾ ബോഡിയിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ബാലൻസ്ഡ് ഡയറ്റ്. അത് എല്ലാ ന്യൂട്രിയൻസിനെയും മിനറൽസിനെയും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കണം. എന്നാൽ മാത്രമേ അത് ബാലൻസ്ഡ് ഡയറ്റായിട്ട് മാറുള്ളൂ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട എന്തൊക്കെയാണ്? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പൾസസ്, ഡയറി, ഗ്രെയിൻസ്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മെയിനായിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും പയറുവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ ഡയറി പ്രോഡക്ട്സ്, നമ്മുടെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ വാട്ടർ ഡ്രിങ്ക് ചെയ്യുക. ഗെറ്റ് സൺലൈറ്റ്. സൺലൈറ്റ് എന്തിനായിരുന്നു? നമ്മുടെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? സൺലൈറ്റ് വേണം അല്ലേ? അപ്പം സൺലൈറ്റ് വേണം. അതുപോലെ പ്രോപ്പർ റെസ്റ്റ് വേണം. പിന്നെ ജങ്ക് ഫുഡ് നമ്മുടെ മാക്സിമം അവോയ്ഡ് ചെയ്യാം. നമുക്ക് ഒരു തരത്തിലുള്ള ന്യൂട്രിയൻസും തരാത്ത ഫുഡ് ഐറ്റംസിനെയാണ് നമ്മൾ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഫുഡ് മാക്സിമം എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക. കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമൊന്നുമല്ല അല്ലേ? അപ്പം മാക്സിമം എന്ത് ചെയ്യുക? മാക്സിമം കുറയ്ക്കുക. ഓക്കെ, അപ്പം നമുക്ക് ജങ്ക് ഫുഡ് നമുക്ക് അവോയ്ഡ് ചെയ്യാനൊന്നും ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ മാക്സിമം കുറച്ചിട്ട് കഴിക്കുക. മാക്സിമം എന്ത് ചെയ്യുക? ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൂടുതലായിട്ട് കഴിക്കുക. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക? ഹെൽത്തി ആയിട്ട് ഇരിക്കുക. അപ്പം നമുക്ക് എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആരും സ്കൂളിയുടെ കാര്യം മറക്കണ്ട. എക്സാംസ് ഒക്കെ അടുത്ത എക്സാമിന് മുന്നേ എന്തായാലും എന്ത് ചെയ്യാം? സ്കൂളിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറാം. താങ്ക് യു.